വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചേർത്തു എന്നാരോപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നൽകിയ പരാതിയിൽ ടി.എൻ. പ്രതാപൻ മൊഴി നൽകാൻ ഹാജരായി. തൃശൂർ ACPക്ക് മുന്നിലാണ് ഹാജരായത്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, കേസിൽ ടി.എൻ. പ്രതാപന് കാര്യമായി എന്തൊക്കെ പറയാനുണ്ടാകും? ഇതെങ്ങനെയാണ് ഈ അന്വേഷണത്തിന് പുരോഗതി എങ്ങനെയാണ്? സുരേഷ് ഗോപിയും കുടുംബവും വ്യാജരേഖകൾ ചമച്ച് തൃശ്ശൂരിൽ വോട്ട് ചേർത്തു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് ടി.എൻ. പ്രതാപൻ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. തുടർന്നാണ് ഇത് അന്വേഷിക്കാൻ തൃശ്ശൂർ ACPയെ സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമോപദേശം തേടുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ടി.എൻ. പ്രതാപന് തന്റെ ഭാഗം അറിയിക്കാൻ പോലീസ് നോട്ടീസ് നൽകിയത്. അല്പസമയം മുമ്പാണ് ടി.എൻ. പ്രതാപൻ തൃശ്ശൂർ ACPയുടെ ഓഫീസിലെത്തിയത്. അദ്ദേഹം ഇപ്പോൾ മൊഴി നൽകാനായി അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. എഴുതി തയ്യാറാക്കിയ മൊഴിയാണ് ടി.എൻ. പ്രതാപൻ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും അല്പസമയം മുമ്പ് തൃശ്ശൂർ ACPയുടെ ഓഫീസിലെത്തി. പ്രധാനമായും തൃശ്ശൂർ മുക്കാട്ടുകരയിലെ ബൂത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും ഏതാണ്ട് 11ഓളം വോട്ടുകൾ ചേർത്തത് വ്യാജരേഖ ചമച്ചാണ് എന്നുള്ള ആരോപണമാണ് ടി.എൻ. പ്രതാപൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരനല്ല, കുടുംബാംഗങ്ങളെയും ചേർത്ത് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ വോട്ട് ചേർത്തുവെന്നും അതിനുശേഷം ഇവരൊക്കെ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി എന്നുമുള്ള ഒരു വാദമാണ് ടി.എൻ. പ്രതാപൻ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ BJPക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ വോട്ട് ചേർക്കൽ സംബന്ധിച്ച ആരോപണങ്ങളും അതിൽ സുരേഷ് ഗോപിയുടെ പങ്കുൾപ്പെടെ അന്വേഷണം എന്ന തരത്തിലുള്ള ആവശ്യമൊക്കെ തന്നെ ടി.എൻ. പ്രതാപൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് അദ്ദേഹം ഇവിടെ എത്തി വിശദമായ മൊഴിയാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം തെളിവ് എന്തെങ്കിലും ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ഇതിനുശേഷമുള്ള പ്രതികരണത്തിലാവും ഇക്കാര്യങ്ങൾ അറിവാവുക. സൈഫ്. ശരി നട്രാജ്.